ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഡയറക്റ്റ് കസ്റ്റമർ കാറാണ്, അതും ഫോർഡ് എൻഡോവർ. അതായത് നമ്മളെ സെഗ്മെൻറ്റിൽ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഡയറക്റ്റ് കസ്റ്റമറുടെ അടുത്ത് നിന്ന് വണ്ടി കിട്ടിയേക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത വീഡിയോ മൊത്തമായിട്ട് വേണ്ട നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ്. ഡയറക്റ്റ് കസ്റ്റമർ കാറാണ് എന്ന് വെച്ചാൽ ചെറിയ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പാർട്ടിയായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം വീഡിയോയിലേക്ക് തന്നെ വരാം. 2017 വരുന്ന മോഡലാണ്. 4x2 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഫ്രണ്ടിലെ വ്യൂവിലേക്ക് തന്നെ നോക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. ബോണറ്റും അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസും ഒറിജിനലാണ്. യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്ര തന്നെ, അതായത് ഗ്ലാസ്സിൽ തന്നെ കോഡ് കിടപ്പുണ്ട്. 2017 കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോഡി ക്വാളിറ്റി, അതായത് നിങ്ങൾക്ക് ആ കാണുമ്പോൾ ആ ഭംഗി എന്ന് വെച്ചാൽ ആ ഷൈനിങ് അതേപോലെ തന്നെ ബോഡി ലൈന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊന്ന് ഡോറൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാൻ പറ്റും. ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം പേസ്റ്റിങ് അതേപോലെ തന്നെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഇനി ഡോർ പാനിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡാമേജസും കാര്യങ്ങളില്ല. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഗ്ലാസ്സിൽ കോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റബേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അയച്ച് നോക്കാൻ പറ്റും. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. നിങ്ങൾ ആ ഡോറ് തുറക്കുമ്പോൾ തന്നെ ആ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ അത്ര നീറ്റാണ്. ഇൻറ്റീരിയറിലായിക്കോട്ടെ എക്സ്റ്റീരിയറിലായിക്കോട്ടെ ഔട്ട്സൈഡ് പുറമെ എല്ലാ സൈഡും ഒരേപോലത്തെ ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇനി ബാക്കിലെ ഡോർ തുറക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ റബ്ബർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സ്റ്റിക്കർ, അതായത് ഇവരെ ഫോർഡ് മേടിച്ചപ്പോൾ ഉള്ള സ്റ്റിക്കർ പോലും അത്രേ തന്നെ ഉണ്ട്. പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലെ ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പം യാതൊരു തരത്തിലുള്ള ഡാമേജസോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതെന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ്റെയാണ്, അതായത് ആർമി ഓഫീസറിൻ്റെ വണ്ടിയാണ്. ഡയറക്റ്റ് കസ്റ്റമർ കാറാണ്. കിലോമീറ്ററാണ് അതിൻ്റെ അകത്ത് ഹൈലൈറ്റ്. ഇവരെന്ന് വെച്ചാൽ ആർമി ഉദ്യോഗസ്ഥർ അധികം ടൈം അവൈലബിൾ അല്ല. അപ്പോൾ വരുമ്പം മാത്രം യൂസ് ചെയ്ത വണ്ടിയാണ്. അതുകൊണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ജെനുവിനാണ്. 67,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലോഗോയും എൻഡോവർ വലുപ്പത്തിലുള്ള ഇത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും, ബ്രേക്ക് ലൈറ്റിൽ കാര്യങ്ങളോ ഒന്നുമില്ല. സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പേസ്റ്റിങ് അതേപോലെ തന്നെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ടാണ് തന്നെ ഇരിക്കുന്നത്. പിന്നെ വാഷിംഗ് ആണെങ്കിലും അതായത് വളരെ മെയിൻറ്റെയിൻ ആയിട്ട്, അതായത് വാഷ് ചെയ്തും കൂടെ കീപ്പ് ചെയ്തേക്കുന്ന വണ്ടി. എപ്പോഴും ഡ്രൈവർ അതായത് വീട്ടിലെ സ്റ്റാഫ് മുഖേന എപ്പോഴും വാഷായിട്ട് യൂസ് ചെയ്താണ്. എന്ന് വെച്ചാൽ നമ്മൾ 3 മാസം അവരുടെ വീട്ടിൽ പോയി വണ്ടി കണ്ടു. അപ്പോൾ ആ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ രണ്ടാമത് പിന്നെ പുറത്തുനിന്ന് നമ്മൾ വണ്ടി നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു. അപ്പം അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഡാമേജസോ കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ബമ്പർ ആയിക്കോട്ടെ നല്ല ക്വാളിറ്റി തന്നെ. എന്ന് വെച്ചാൽ കാണാൻ പറ്റാത്ത, അതായത് വീഡിയോ കാണാൻ പറ്റുമെന്ന് പറയാം, മൈന്യൂട്ടായിട്ടുള്ള, അത് കണ്ടാൽ പോലും തീരാത്ത ടൈപ്പ് മാത്രമുള്ള സ്ക്രാച്ചസേ ഉള്ളൂ. പക്ഷേ അത് വണ്ടി പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്, അതായത് എൻജിനടക്കം പെർഫെക്റ്റ് കണ്ടീഷനാണുള്ളത്. ഹൈ ക്വാളിറ്റിയിലാണ്. ഡയറക്റ്റ് കസ്റ്റമർ കാറാണ്. എന്ന് വെച്ചാൽ 67,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന ഡിക്കി അതേപോലെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡിക്കി, അതായത് റിമോട്ടിൽ തന്നെ നമുക്ക് ഡിക്കി കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റും. ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ല, അതായത് ഈ സീറ്റ് ഒന്ന് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല സ്പേസ്, അതായത് നിങ്ങൾക്ക് സാധനങ്ങളോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഡിക്കിയുടെ പേസ്റ്റിങ് അതേപോലെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. യാതൊരു തരത്തിലുള്ള ഡാമേജസും കാര്യങ്ങളില്ല. പിന്നെ നമ്മൾ ഡിക്കിയിലേക്ക് വരുന്ന സമയത്ത് ഫോർച്യൂണറും അതേപോലെ എൻഡോവറും തമ്മിൽ ഇതിനാണ് കംപ്ലയിൻറ്റ് വരുന്നത്. ഈ വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്താണ്. പിന്നെ സ്വിച്ചിൽ തന്നെ നമുക്ക് ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റിമോട്ടിൽ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിക്കി ഓപ്പൺ ആക്കാനും പറ്റും. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ എൻജിൻ റൂമാണ്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളെ കേൾപ്പിച്ച് തരാം. ഇതിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ഉൾവശം പോലും അത്ര നീറ്റ് ആൻഡ് കീപ്പായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്.
ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഇതിൻ്റെ എഞ്ചിൻ റൂം നോക്കുന്ന സമയത്ത് അത്ര ക്വാളിറ്റിയിൽ, അതായത് അപ്രോൺ സൈഡ് ആയിക്കോട്ടെ, ഫെൻഡർ, അതായത് റൈറ്റും ലെഫ്റ്റ് സൈഡും യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും പൊട്ടിയിട്ടില്ല. അതായത് ഈ ഫുള്ള് സൈഡ്, അതായത് വണ്ടിയുടെ 4 സൈഡും, അതായത് എഞ്ചിൻ റൂമിൻ്റെ 4 സൈഡിലും ഒരു സൈഡിൽ പോലും ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും പൊട്ടിയിട്ടോ വർക്ക് എടുത്തിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പെർഫെക്റ്റ് കണ്ടീഷൻ വണ്ടി, അതായത് ജെനുവിൻ ഡയറക്റ്റ് കസ്റ്റമർ കാറാണ്. അതിൻ്റെ അത് ഡീലർമാരോ ഏജൻറ്റുമാരോ ഒന്നുമില്ല, ഡയറക്റ്റ് കസ്റ്റമർ ത്രൂ കിട്ടിയ വണ്ടിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്പർ കിട്ടി, നമ്മൾ കോൺടാക്ട് ചെയ്ത് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വിളിച്ചോ. എന്ന് വെച്ചാൽ നല്ലൊരു വണ്ടി, അതായത് നിങ്ങളൊരു എൻഡോർ നോക്കുന്ന ആളാണെങ്കിൽ അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് നോക്കാം. ഇനി ഇൻറ്റീരിയറിൽ ഒന്നും കൂടെ കാണിച്ചു തരാം, ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനി ഇന്ത്യയിൽ തുറക്കുന്ന സമയത്ത് നമുക്ക് 8 സീറ്റർ ആയിട്ടാണ്, അതായത് നിങ്ങൾക്ക് 7 ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, 8 ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അത് റിവേഴ്സ് ക്യാമറ ഒക്കെ പെർഫെക്റ്റ് ആണ്, അതായത് നമുക്കൊരു ബാക്ക് സൈഡൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബട്ടൺസ് കാര്യങ്ങൾ, അതായത് സൈഡ് സ്വിച്ചിൽ നമ്മൾ ഓപ്പൺ ആക്കുന്ന ക്ലോസ് ആക്കുന്ന അതൊക്കെ നമുക്ക് ഒരു ഡാമേജസോ ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. പിന്നെ കമ്പനി സ്റ്റോക്കിൽ വന്ന ഫോർഡിൻ്റെ മാറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെയുണ്ട്, അതായത് ഒരു ഡാമേജസും ഇല്ലാതെ മാറ്റ് പോലും നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. അതായത് അത്രയും ക്വാളിറ്റി ഉള്ള വാഹനമാണ് വരുന്നത്. സീറ്റ് കവർ കാര്യങ്ങളോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു വർക്കോ കാര്യങ്ങളോ ഈ വണ്ടിക്ക് എടുക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ജെനുവിൻ വണ്ടിയാണ്, ഡയറക്റ്റ് കസ്റ്റമർ കാറാണ്, കിലോമീറ്റർ ഓടിയേക്കുന്ന 67,000 ഉള്ളൂ, സിംഗിൾ ഓണറാണ്. പിന്നെ ആർമി ഉദ്യോഗസ്ഥൻ്റെ തന്നെ, അതായത് അവർ ഡ്യൂട്ടി അല്ലെങ്കിൽ അവർ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നത്, അവർ കുടുംബമായിട്ട് എല്ലാവരും കൂടെ പുറത്ത് പോകാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് അവരുടെ വീട്ടിൽ 2-3 വണ്ടികൾ നമ്മൾ അഡീഷണലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഫാമിലിയായിട്ട് ഒന്നിച്ച് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. എന്ന് വെച്ചാൽ അധികം കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഓടിയിട്ടില്ല. ഫോർഡിൽ നമ്മൾ വിളിച്ച് അന്വേഷിച്ച് നോക്കിയതാണ്, ഇതിൻ്റെ സർവീസ് അക്സസറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കമ്പനി തന്നെ ഫുള്ള് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നമ്മൾ RC കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറ്റും, നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാൻ പറ്റും. വെച്ചിട്ട് ജെനുവിൻ വണ്ടിയാണ്, കിലോമീറ്റർ പക്കയാണ്, പക്ക വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണറാണ്, കിലോമീറ്റർ ഓടിയേക്കുന്ന 67,000. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 14,60,000 രൂപ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്ത് തരുന്നതാണ്. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോ. എന്ന് വെച്ചാൽ ഡയറക്റ്റ് കസ്റ്റമർക്കാരാണ്. അപ്പം പലരോടും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു വാഹനം സ്വന്തമാക്കുക. ഇത് ഫുൾ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് തരാൻ പറ്റുന്ന വാഹനമാണ്. ഹൈ ക്വാളിറ്റി, കൺഫേം 100% ജെന്യുവിൻ ആയിട്ടുള്ള വാഹനം. ഇതുവരെ നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കയറി ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അത് ജസ്റ്റ് ഒന്ന് ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുകയോ. ഇതേപോലത്തുള്ള നല്ല നല്ല വാഹനങ്ങൾ ഡയറക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ പ്രൈസിൽ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.